പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 7-ാമത്തെ സങ്കീർത്തനമാണ്. 7-ാമത്തെ സങ്കീർത്തനം കേവലം 17 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ തലക്കെട്ട് തന്നെ. ദാവീദ് കർത്താവിന്റെ മുൻപിൽ ആലപിക്കുന്ന ഒരു വിലാപ ഗാനമാണിത്. ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു, എനിക്ക് നീതി നടപ്പാക്കി തരണം എന്നുള്ളതാണ്. തെറ്റ് ചെയ്യുന്നവനെ ദൈവം ശത്രുവിന്റെ കരങ്ങളിലൂടെ ശിക്ഷിക്കുന്നു എന്നുള്ളതും ഈ സങ്കീർത്തകൻ പറയുന്നുണ്ട്. ദുഷ്ടന്റെ തിന്മയും ദൈവഭക്തന്റെ സത്യസന്ധതയും നന്മയും മുൻപിൽ വിവരിക്കുമ്പോൾ ദൈവ ന്യായാസനത്തിങ്കൽ ഇരുന്ന് നീതി വിധിക്കുകയാണ് ചെയ്യുന്നത്. നീതി വിധിക്കുമ്പോൾ ദൈവമേ, ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിന്തിരിഞ്ഞ് നന്മ പ്രവർത്തിക്കുവാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതാണ്. ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാറിയിട്ട് ദൈവം തൻ്റെ നീതിവിധിക്കായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാം. ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്ക് അനുഗുണമായിട്ട് ഫലം തരുന്നവനാണ് ദൈവം. നീതിമാനായ ദൈവമേ, അങ്ങയുടെ ശക്തമായിട്ടുള്ള കരങ്ങൾ കൊണ്ട് എല്ലാ തിന്മകളെയും തള്ളിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയിൽ നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് വിളിച്ച് അപേക്ഷിക്കാം. ഇന്നത്തെ ദിവസത്തിൽ ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൽ ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.